തന്നെ സ്നേഹിക്കുന്ന വിശ്വസ്തന്മാരെ പരിപാലിക്കുന്ന ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 31. അതിൻ്റെ തലക്കെട്ടിൽ ഇപ്രകാരം വായിക്കുന്നു: സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദാവീദ് വിഷമഘട്ടത്തിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്ന വേളയിൽ, ആ സമയത്ത് തന്നെ ശൗലിനെ ഭയന്ന് ഗുഹകളിലും ഗർഭുരങ്ങളിലും അഭയം താമസിച്ചിരുന്ന ആ പ്രത്യേക നിമിഷത്തിൽ ദാവീദ് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിലാണ് അത് കാണുവാൻ സാധിക്കുന്നത്. താൻ ദൈവത്തോട് 2 വട്ടം അപേക്ഷിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കെയിലിയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഒരു പട്ടണത്തിൽ കോട്ടകെട്ടി പാർത്തിരുന്നു. ആ ചെറിയൊരു വിഭാഗം പലവട്ടം ദാവീദിനെ സഹായിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഫെലിസ്ത്യർ ഇപ്പോൾ അവരെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നു. രാജാവായില്ല, വെറും 600 പേർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ദൈവത്തോടുള്ള അഭയവും ദൈവത്തോടുള്ള തൻ്റെ ആശ്രയവും തനിക്കുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തോട് ചോദിക്കുകയാണ്: ദൈവമേ, യഹോവേ, ഞാൻ ഈ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ പോകണമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ പറയുകയാണ്: ഇപ്പോഴേ തന്നെ നമ്മൾ ഭയന്നാണ് കഴിയുന്നത്, വീണ്ടും അവരോട് യുദ്ധത്തിന് എന്താ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദാവീദ് 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ആദ്യം ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 23-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വീണ്ടും ദാവീദ് യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്: എഴുന്നേറ്റ് കെയിലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഏതൊരു കാര്യവും ദൈവത്തോട് ചോദിച്ച് ആലോചന ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് മാത്രമാണ് ദാവീദ് യുദ്ധത്തിനായിരുന്നാലും ഏതെങ്കിലും ഒരു ദൗത്യത്തിനായിരുന്നാലും കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലാണ്, പ്രതിസന്ധികൾ ആയിരിക്കുന്ന സമയത്താണ് ദാവീദ് 31-ാം സങ്കീർത്തനം രചിക്കുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് നമുക്കിതിൻ്റെ പശ്ചാത്തലത്തോടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ 31-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനം 31-ന്റെ 22-ലാണ് 31-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു, എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം നീ കേട്ടു. നോക്കണം, ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോകുവാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ താനൊരു അപകടത്തിലാണ്. ശൗല് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും താൻ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും താൻ അപകടഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് തന്നെ സഹായിച്ചവരെ രക്ഷിക്കുവാൻ പോകുന്ന ഒരു ദാവീദിനെയും കൂട്ടരെയുമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന ഈ 600 പേരെന്ന് പറഞ്ഞാൽ വളരെ എളിയവരാണ്, ബലഹീനരായിരുന്നു, കടമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ കടമുള്ളവരുടെയും ബലഹീനരുടെയും മധ്യത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ചതുകൊണ്ട് ദൈവം അവർക്ക് വിജയം കൈവരിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. 31-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട്, അപ്പോൾ തന്നെ സഹായത്തിനായിട്ടുള്ള അപേക്ഷയും പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ യുദ്ധത്തിനൊക്കെ പോയപ്പോൾ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്നാണ് കാണുവാൻ സാധിക്കുക. 8-ാം വാക്യത്തിൽ ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. 1 ശമൂവേൽ 23-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. നോക്കണം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ദാവീദ് തൻ്റെ അവസ്ഥകൾ തുറന്നു പറഞ്ഞ് സംസാരിക്കുന്ന ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. ദാവീദ് പറയാണ് 12-ാമത്തെ വാക്യത്തിൽ: മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് ദാവീദ് ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗം എന്തെന്നറിയാമോ? നിന്റെ ദൃഷ്ടിയിൽ
നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയ നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ പരിഭ്രമം ഉണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ദൈവം എന്നെ വിടുവിക്കുന്നവനാണെന്ന് പിന്നത്തേതിൽ തനിക്ക് മനസ്സിലായതായിട്ടാണ് അവിടെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 12-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പ്രകാരം വായിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. സ്തോത്രം. എൻ്റെയും ജീവിതത്തിൽ, നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, അയ്യോ ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നുവല്ലോ കർത്താവേ എന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നീ ഉടഞ്ഞത് കുശവൻ്റെ കയ്യിലിരുന്നു കൊണ്ടാണ്. യിരെമ്യാവിൻ്റെ പക്കൽ ദൈവം സംസാരിക്കുകയാണ്, നീ കുശവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കും. അങ്ങനെ യിരെമ്യാവ് കുശവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാ കുശവൻ ഒരു പാത്രത്തെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതാ പാത്രം കുശവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ അത് ഷേപ്പ്ലെസ് ആയിപ്പോയി, ഉടഞ്ഞു പോകുവാനായിട്ടിടയായിട്ട്. എന്നാൽ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, 4-ാം വാക്യം, യിരെമ്യാവ് 18:4, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നോക്കണം, കുശവൻ്റെ കയ്യിലാണ് താങ്കൾ ഇരുന്ന് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താങ്കളെ വീണ്ടും മെനഞ്ഞ് താങ്കളെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, പുതിയ പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് താങ്കളായിരിക്കുന്നത് എന്ന് താങ്കൾ മറന്നു പോകരുത്. വീണ്ടും താഴോട്ടുള്ള വേദഭാഗങ്ങൾ കാണുവാൻ സാധിക്കുന്നത് സഹായത്തിനായിട്ടുള്ള അപേക്ഷയും ആശ്രയവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ, 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം തനിക്കുണ്ട്, ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം 23, 24 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. 23-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയ ദാവീദിനെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്കളുടെ അടുക്കലുമുണ്ട്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ദാവീദിലൂടെ സംസാരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവിൻ. ശ്രദ്ധിക്കണം, തന്നെ സ്നേഹിക്കുന്ന വിശ്വസ്തന്മാരെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പരിഭ്രമത്തിൽ, ഒരുപക്ഷെ പ്രതിസന്ധികളുടെ നടുവിൽ മനസ്സിൽ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാതാരബിംബങ്ങളിലേക്ക് ഒന്ന് അടുത്തു വരുമ്പോൾ നിന്നെ വിടുവിക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.